തെരഞ്ഞെടുപ്പ് കണ്ടത് ഈ കൺവെൻഷൻ കണ്ടത് ഈ ഹാളിലാണ്. അത് കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ ഹാളിലേക്ക് ഒത്തുകൂടിയത് ജോർജ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പേരാമ്പ്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആലോചിച്ച സിനിമയിൽ പറയുന്ന പോലെ ഇപ്പോഴും അഭിമാനമാണ്, രോമാഞ്ചമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അതുപോലത്തെ റിസൾട്ട് ഇവിടെ ജനത ഉണ്ടാക്കി തന്നു. ഇനി ഇതാ മറ്റൊരു അവസരം കൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയുമായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുക. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണയം, ഇങ്ങനൊരു കാൻഡിഡേറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ സന്തോഷമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ കുറ്റിക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 +2 ഒക്കെ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലെ +1 +2 പഠിക്കുമ്പോൾ ഫാത്തിമ തഹലിയെ ഓർത്തിട്ടുണ്ടാവോ? പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ അവിടുത്തെ നിയോജകമണ്ഡലം UDFന്റെ സ്ഥാനാർത്ഥിയായി, സാരഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിനായ ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങി ഒരു പ്രസ്ഥാനവും മുന്നണിയും ഏൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു പാതയിലൂടെയാണ് ഞാൻ നടക്കുന്നതെന്ന് വിദൂര സ്വപ്നങ്ങളിൽ പോലും ആ സാധാരണ വീട്ടിലെ പെൺകുട്ടി ചിന്തിച്ചു കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി, നിങ്ങൾക്കറിയാം, ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ ചുക്കാൻ പിടിക്കുന്ന പെൺകുട്ടിയാണ്. തനിക്ക് ശേഷം വരുന്ന സഹോദരങ്ങളുടെ ഉമ്മ പോലെയുള്ള ഇത്തയാണ്, അമ്മയെ പോലെയുള്ള ചേച്ചിയാണ്. അങ്ങനെ കടന്നു വരുന്ന ഒരു കുട്ടി ഒരു ഗവൺമെന്റ് സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു വരുമ്പോൾ പഠനത്തോടുള്ള തന്റെ അഭിവാഞ്ച, തന്റെ ഇഷ്ടം, തന്റെ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തിയ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗം. അത് കഴിഞ്ഞ് അവിടുന്ന് വളർന്ന് LLBക്ക് പഠിക്കാൻ കോഴിക്കോട്ടെ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവിടുന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല സംഘടനാ പ്രവർത്തനത്തിന്റെ രംഗത്തേക്ക് വരുന്നത് നാളെ ഇതുപോലൊരു നിർണായക തെരഞ്ഞെടുപ്പിൽ, കേരളം വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രസ്ഥാനവും മുന്നണിയും അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുമെന്ന് കരുതുകയല്ല. അപ്പോ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം മുമ്പിലെന്തോ അത് ഏറ്റെടുക്കാനുള്ള താല്പര്യത്തോടെ രംഗത്തിറങ്ങുന്ന ഒരു കുട്ടി. അവിടുന്ന് വിജയകരമായി കോഴിക്കോട്ടെ ലോ കോളേജിൽ ലോ പഠിച്ച് പാസ്സായി എൻട്രൻസ് എഴുതി അവിടെ PGക്ക് അഡ്മിഷൻ കിട്ടി. തൃശൂർ ലോ കോളേജിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ ലോയിൽ LLM ചെയ്ത ഒരു സാരഥിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ പഠിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ബാലപാഠങ്ങളിലൂടെ പോകുമ്പോൾ തൃശൂർ ലോ കോളേജ് പോലൊരു സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അവിടുത്തെ PG റപ്പായി ജയിച്ചു വരുന്ന കുട്ടി ഒരിക്കലും കരുതി കാണില്ല അധികം വർഷങ്ങൾ വൈകാതെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷകളും ജനങ്ങളുടെ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം തന്നിലേക്ക് വന്നു ചേരുമെന്ന്. യൂണിവേഴ്സിറ്റിയിൽ ഫോക്ലോറിന് പഠിക്കുന്ന സമയത്തും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകൾ അജണ്ടയായിരിക്കില്ല. അങ്ങനെ ഹരിത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃപദവിയിലേക്ക് കടന്നു വന്നു കേരളത്തിന്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അധ്വാനം കൊണ്ട് തന്റെ ആ ഇടത്തിൽ ഒരു കസേര വലിച്ചിട്ട പെൺകുട്ടിയാണ് ഫാത്തിമ തഹലിയ എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണ വീടുകളിലെ മുഴുവൻ പെൺകുട്ടികൾക്കും അഭിമാനത്തോടെ നോക്കിക്കാണാവുന്ന ഒന്നാണ്. വിശ്വാസം അവനവന്റെ വ്യക്തിപരമായ കാര്യം മാത്രമാക്കി ഈ പുതുയുഗത്തിൽ പുതിയ തലമുറയുമായി സംവദിക്കാൻ, അവരുടെ ആസ്പിറേഷൻസിനെ തിരിച്ചറിയാൻ അതിന്റെ ശബ്ദമാവാൻ കഴിയുന്ന പെൺകുട്ടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക്, US-ലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർനാഷണൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് വേണ്ടി, റിലീജിയസ് ടോളറൻസിന് വേണ്ടി നടക്കുന്ന സംഗമത്തിലേക്ക് അതിഥിയായി ഈ പെൺകുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ശബ്ദം, ആ പെൺകുട്ടിയുടെ നിലപാടുകൾ ഈ നാടിന്റെ അതിർത്തി കടന്നും പ്രകടിപ്പിക്കാനുള്ള വേദികളിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് അഭിമാനത്തോടെ പറയാം. അവിടുത്തെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലെ അതിന്റെ ശേഷം രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റികളിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന ആളായി ആ പെൺകുട്ടി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിക്ക് സമാഗതി എന്ന പേരിൽ ഇവിടെ തുല്യ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന അതിന്റെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളൊക്കെയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് കോഴിക്കോട്ടെ കോർപ്പറേഷനിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശിലയായ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കോർപ്പറേഷൻ വാർഡിൽ 2073 വോട്ടിന് വിജയിച്ച ഫാത്തിമ തഹലിയ ഇന്ന് പേരാമ്പ്രയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ ജനത തീരുമാനിച്ചാൽ, നിങ്ങൾ മനസ്സുവെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉത്തമ ശൃംഖങ്ങളിലല്ല പെരുവയിൽ പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ മകൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ മത്സരിക്കാൻ ഒരവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ
ഞാൻ പറയുന്നു, മകളെ പോലെ, സഹോദരിയെ പോലെ, സുഹൃത്തിനെ പോലെ നിങ്ങൾ ഏറ്റെടുക്കണം. ഈ നാടിന്റെ ശബ്ദമായി, ഈ നാടിന്റെ ഐക്യത്തിന്റെ കാഹളമായി, നമ്മുടെ വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് പ്രചോദനമായി, ജാതിക്കും മതത്തിനും അതീതമായി ഒരു സ്വപ്നം തന്റെ മുമ്പിൽ അത് ആർജവത്തോടെ നടന്നെടുക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടസ്സപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് ഏത് സാധാരണ വീട്ടിലെ പെൺകുട്ടിക്കും കരുത്തോടൊരു സന്ദേശം നൽകാൻ പേരാമ്പ്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ അതിരുകളെ, അതിർവരമ്പുകളെ മറികടന്ന് നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഈ നാട്ടിൽ നാളെ 33% സംവരണം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആ സംവരണ അവസരങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഈ നാട്ടിലെ സ്ത്രീകളുടെ ശബ്ദമായി ഒരു പെൺകുട്ടി നടന്നത് ചൂണ്ടിക്കാണിക്കാൻ ഈ വീട്ടിലെ ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെ മുമ്പിലെ ചോയ്സ് എന്ന് പറയുന്നത് the brightest choice, the powerful choice, I must say it's Fatima Tahliya. അത് ഫാത്തിമ തഹ്ലിയാണ് എന്നത് ഈ സംഗമം ഇതുപോലെ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് അറിയുന്നത്. ആ കുട്ടിയുമായി നേരിട്ട് പരിചയമുള്ള ആളുകൾ സംഘടനാ രംഗത്തുള്ളവരുണ്ടാവാം, പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് എന്തോ ഒരു പരിചയം അനുഭവപ്പെടുകയാണ്. അല്ലേ ചേച്ചി? എന്തോ ഒരു പരിചയം അനുഭവപ്പെടുകയാണ്. അവനവന്റെ വീട്ടിലെ കുട്ടിയാണ്, പേരാമ്പ്രയുടെ മകളായി നിങ്ങൾ ആ കുട്ടിയെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മുമ്പിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതോടെ പറയാം. പിന്നെ ഞാൻ കുട്ടി നടപടിക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രായമായെന്നൊന്നും വിചാരിക്കരുത്. ഇപ്പൊ ബാലനാരായണത്ത് ഞാനൊക്കെ ഒരേ ഏജാണെന്ന് മുപ്പര് വിചാരം. ഞാൻ അതിൻ്റെ ഒരു സഹോദരിയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഞാനും ചെറുതാണ്, അത് മറക്കണ്ട. ഞാൻ മറ്റനേകം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. രാഷ്ട്രീയ കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനകത്ത് ആർക്കും സംശയമൊന്നും വേണ്ട. മേറ്റൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇവിടെ പേരാമ്പ്രയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മിസ്റ്റർ കീഴല്ലൂർ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് പറയണ്ട, അവിടെയൊക്കെ ഇപ്പൊ പുള്ളി മിസ്റ്റർ കാരശ്ശേരി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പോയ പിന്നെ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ വന്നത് മുതൽ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്നും വേണ്ട, മേപ്പൂർ സ്കൂളിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം എത്ര കാലത്തിന് ശേഷം ആ സ്കൂൾ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചത്? സ്കൂൾ ഉണ്ടായതിന് ഫാത്തിമ തഹ്ലിയും കൂടെ കേൾക്കാൻ വേണ്ടി വരും. മേപ്പൂർ സ്കൂൾ ഉണ്ടായതിന് ശേഷം അല്ലേ ആദ്യത്തെ ജയങ്ങളിൽ ഒന്നായി അത് മാറി. അപ്പൊ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ഒരു സ്കൂളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ സ്കൂളിലെ കുട്ടികൾ വോട്ട് ചെയ്ത് അവരവരുടെ നേതാവിനെ തെരഞ്ഞെടുത്തപ്പോ അവിടെ തുടങ്ങി